വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നും എടുക്കുന്ന വ്ളോഗാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഞാൻ രാവിലെ തൊട്ട് എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മറന്നുപോയി. ഒരുപാട് ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അത് ഓർക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഒഫീഷ്യലി ഞങ്ങളുടെ BSc സൈക്കോളജി തേർഡ് ഇയറിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വന്നിട്ടില്ല, കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. പിന്നെ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളും അല്ലാതെ തന്നെ റെക്കോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ രാവിലെ ആസ് യൂഷ്വൽ എല്ലാവരും വരുന്ന കണക്ക് വന്നു, തിരിച്ച് നമ്മൾ പോകും. ഇനി എന്തെങ്കിലും വിഷ്വൽസ് വളരെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ അക്കു ഇവിടെ പിടിച്ച് ഇരിക്കുകയാണ്, ബാക്കി എല്ലാവരും എന്തോ ഇവിടെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ചൊരു റീൽസ് കാണുന്നു, അവിടെ കുറച്ചൊരു മിനി മിൽഷ കളിക്കുന്നു, അവിടെ വേറൊരു റീല് കാണുന്നു. ഇത് അവിടെയും എഗെയിൻ പ്രോജക്റ്റ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് പേർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമാണ്, നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുന്നുണ്ട്. അവർ അതിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പോയി. അപ്പം എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, അത്രേ ഉള്ളൂ. കല്യാണത്തിന് ഗിഫ്റ്റ് ഇല്ല കേട്ടാ, ഇതാണ് ഉള്ള ഗിഫ്റ്റ്. നീ കര, നീ കരയാത്തന്നെ. ഇനി കല്യാണത്തിന് ഗിഫ്റ്റ് ഇല്ല കേട്ടാ. വീട്ടിൽ ചെന്നിട്ട് കരയും, ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്നങ്ങനെ തുറക്കോ? അല്ല, ജാനു ചെയ്തതാണ്. കുറെ നേരമായി. അരെ വാ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ്. പക്ഷേ അല്ല, അങ്ങനെയല്ല. ആദ്യമേ 15-ാം തീയതി ലാസ്റ്റ് ഡേ എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ പറഞ്ഞ് 22nd നമ്മൾക്ക് ക്ലാസ്സൊക്കെ അവസാനിക്കുന്നത്. വിഷമമുണ്ടോന്ന് വെച്ചാൽ ഒട്ടും വിഷമമില്ല. അവിടെ സാന്ദ്രയും സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു റാൻഡം വ്ളോഗ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പുതിയ ഫോൺ എടുക്കുന്ന ഷോയാണ്. നമ്മളോട് സെൽഫി എടുക്കുന്നത് ഫേക്ക് ഫ്രണ്ടാണ്. ഇത് നമുക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നാണ് പറഞ്ഞത്, ടെസ്റ്റ് പേപ്പർ. പക്ഷേ സൈക്കോളജി, പക്ഷേ നേരത്തെ 2 ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു, അത് എഴുതാത്തവർ എഴുതാൻ പറഞ്ഞു. അപ്പം അത്രയുള്ളൂ. ജസ്റ്റ് റാൻഡം വ്ളോഗായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഡേയ്സ് ഒക്കെ നമുക്ക് മെമ്മറബിൾ ആണ്. സങ്കടകരമൊന്നുമില്ല, എക്സൈറ്റ്മെന്റ്. അതാ മുഖം കണ്ടാൽ മനസ്സിലാവും. സങ്കടകരമല്ല, നമ്മൾ മടുത്ത്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് അല്ല, നമ്മുടെ ബോണ്ടിങ് അല്ല. അല്ലാതെ കോളേജ് നന്നായിട്ട് വെറുത്തിട്ടുണ്ട്. ഉദ്ദേശമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോളേജ് അബദ്ധത്തിൽ നിങ്ങൾ 1 വർഷം ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു തീരുമാനമാണ്. 3 വർഷം കളയുന്നതെന്നുണ്ടെങ്കിൽ 1 വർഷം പോകുമ്പോഴത്തേക്ക് ആരും വരും. പൈസ കൊടുക്കുന്നതിൻ്റെ ഒരു ഇത് പോലും അവർ നമുക്ക് കാണിക്കും. നല്ലൊരു കോളേജിൽ ചേർന്നിട്ട് കോളേജിൽ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ട് ഞാൻ അതാണ് പറഞ്ഞത്. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ. എടി പൊടി എന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. എനിക്ക് നന്നായിട്ടത് അറിയാം. ഞാൻ വേണ്ടി അടിച്ച് പൊട്ടിക്കുന്നൊക്കെയാണ് പറയുന്നത്. ആരും പ്രതികരിക്കാറ്
വിഷു തരത്തില്ല, അതുകൊണ്ട് പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. വെൽക്കം ബാക്ക് ടു വൈശാലീസ് യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു ഗൈസ്. നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. നമ്മൾ കരോളൊക്കെ പോയി, പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ വിദ്ര സാബു ആണ്, ഇതൊരു സെലിബ്രിറ്റി ആണ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അവിടെ വൈശാലി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഇരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണ്. നമ്മുടെ ഹോൾ ടീം നമ്മൾ കോമ്പറ്റീഷനൊക്കെ ബാക്കി നമ്മൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യും. നമ്മളുടെ ലാസ്റ്റ് ഡേയ്സിന്റെ ഏതാനും നിമിഷങ്ങളാണിത്. ഇതോ ജാൻവി കരഞ്ഞു മെഴുകിയിട്ടിരിക്കുവാണ്. വൈശാലി കരഞ്ഞില്ല, ഞാനും കരഞ്ഞില്ല. കാരണം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്, അത് വർക്ക്ഷോപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തിരിച്ചു വിടുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഓൺ ദ വേ ആണ്. കരഞ്ഞു മെഴുകിയിരിക്കുന്നു. ഞാൻ കരഞ്ഞിട്ടില്ല, ഇതെനിക്ക് ഗ്ലോ ആണ്. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ. അല്ല, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് പറഞ്ഞു നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. നമ്മൾ ആദ്യം തൊട്ട് വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ ലാസ്റ്റ് ഇവിടെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഓർത്തത് ഒന്നും എടുത്തിട്ടില്ല. നീ ഇല്ലാതെ ഞാൻ ഒരു വ്ലോഗ് എടുത്തായിരുന്നു, ചെറുതായിട്ട് എടുത്തായിരുന്നു. പക്ഷെ അത് പിന്നെ എന്തായാലും വർക്ക്ഷോപ്പിന്റെ അന്ന് വീഡിയോ അന്ന് നമ്മളൊരു ഫുൾ വീഡിയോ നമ്മൾ കുറെ സംസാരിക്കാം, ഒരു ലോങ് വീഡിയോ ആയിട്ട് അത് വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യമൊക്കെ പറയാം. നമ്മൾ വീണ്ടും നല്ല വൈശാലി NRB ഉറപ്പൊക്കെ എണീച്ചിരിക്കുകയാണ് ഗൈസ്. ആ വ്ലോഗ് നമ്മൾ ഉടനെ അത് ഞാൻ ഇടുന്നതാണ് ഗൈസ്. ഫോണില്ല ഗൈസ്, ഫോൺ കിട്ടിയിട്ട് എന്തായാലും ഉടനെ ഇടുന്നതാണ്. എനിക്ക് വേറെ ഫോണുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ക്ലാസ്സിലൊന്നും ആരുമില്ല. നമ്മൾ ചോറിനോട്ടിരിക്കുകയാണ്. കാണാൻ വയ്യ. പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഡിപ്രഷൻ്റെ ആൻസൈറ്റിക്കും പ്രാക്ടിക്കൽ ചെയ്യും. ഇവർക്ക് മോഡറേറ്റ് ഡിപ്രഷനും മോഡറേറ്റ് ആൻസൈറ്റിയും ഉണ്ട് ഗൈസ്. ഇവർക്ക് ഒന്നുമില്ല ഗൈസ്, എനിക്ക് ബോർഡർ ലൈനാണ് ഗൈസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനൊക്കെ കാണേണ്ടതുണ്ട് ഗൈസ്. എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷനും ഇത് മോഡറേറ്റ് ആൻസൈറ്റിയുമാണ് ഗൈസ്. ചട്ടും പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹലോ ഗൈസ്, സ്റ്റോറി ബ്ലോഗ് ഗൈസ്. നമ്മുടെ ക്ലാസ് തീരുവാണ് ഗൈസ്. ഗൈസ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വൈഷിന്റെ ഐഫോണിലാണ് ഗൈസ്. ഇതാണ് ഐഫോൺ ഉടമസ്ഥ. സ്നാപ്പ് 2002. Hello guys, welcome to Vaishali's YouTube channel and Daksha's story vlog. സെയിം ഇൻട്രോ ആണ് ഗൈസ്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു ഗൈസ്. ഇന്ന് നമ്മുടെ പ്രാക്ടിക്കലും പ്രോജക്റ്റും കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ്. ഒരാളൂടെ ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേർ. ഇതാണ് നമ്മുടെ വൈശാലി. ശാപത്തിൽ നിന്നൊരു നരകത്തിൽ നിന്നൊരു മോചനം. ഞാൻ സ്മോക്കി ഐസ് ചെയ്ത് എന്റെ ഫോണാണ് സ്മോക്കി ഐസ് ആണ്. ആണാണ് ഗൈസ്. ഇത്രയും നാളെ സ്റ്റോറി വ്ളോഗ് ഇതിലായിരുന്നു ഗൈസ്. ഇതായിരുന്നു എല്ലാം. ഇന്നായിരുന്നു നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാം. അപ്പം ഇന്നത്തോടെ നമ്മുടെ കോളേജിലൊക്കെ യൂണിഫോമിന്റെ വാസമൊക്കെ നല്ല വാസമുണ്ട്. അടുത്ത ഐഫോൺ ഇവിടെ ഉണ്ട്. ഇതാണ് പഴയ ഐഫോൺ. ഇതായിരുന്നു നമ്മുടെ ഐഫോൺ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാ പര്യവസാനിക്കുകയാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ് ഈ പെണ്ണിട്ട് പ്രശ്നം. അപ്പം നമ്മളുടെ ഓരോ വർഷത്തെ ക്ലാസ് കാണിച്ചു തരാം. ഫസ്റ്റ് ഇയറിലെ ക്ലാസ്, സെക്കൻഡ് ഇയറിലെ ക്ലാസ്. സെക്കൻഡ് ഇയർ ക്ലാസ് അല്ലേ ഇത്? ഫസ്റ്റ് അതെ, ഇത് നമ്മുടെ സെക്കൻഡ് ഇയറിലെ ക്ലാസ് ആയിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇത് നമ്മളുടെ തേർഡ് ഇയർ ഫുള്ള് നമ്മൾ ഈ ഒരു ലാബിനകത്തായിരുന്നു. കണ്ടോ ഗൈസ്, എല്ലാവരും ഇറങ്ങാൻ പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങി ഗൈസ്. ബൈ ഗൈസ്. ഈ അലപ്പറകളൊക്കെ എത്ര വ്ലോഗിൽ കാണുമെന്ന് അറിഞ്ഞൂടാ. ഇടയ്ക്കിടയ്ക്ക് കാണുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു
അറിയാൻ പറ്റും നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പം ഭയങ്കര മഴയുടെ കോളുണ്ട്. മഴ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്.